എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായും ക്ഷേമമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. മറ്റൊരു മനോഹരമായ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. സർവശക്തനായ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഒരു ദിനം കൂടി കർത്താവെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി. സ്തോത്രം, 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 സ്തോത്രം. കൃപയുടെ കരങ്ങളിലേക്ക് നമുക്ക് താഴ്ന്നിരിക്കാം. ആ കരങ്ങളിൽ നാം സുരക്ഷിതരാ. ബലമുള്ള കരങ്ങൾക്ക് കീഴെ നാം സുരക്ഷിതരാ. അവിടെ താഴ്ന്നിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് മഹത്വം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിനോട്, റോമൻസ് ചാപ്റ്റർ 6 ആണ്, വേഴ്സസ് 3 and 4 ആണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൽ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. സ്തോത്രം. ഇനി പാപത്തിന് അടിമപ്പെടാതോണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാമും ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ആമേൻ. അതിനകത്തെ ആ പ്രധാനമായ ഭാഗം ഞാനൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നവർ ക്രിസ്തുവിനെ ധരിക്കുന്നു എന്നുള്ളതായിരുന്നു സ്തോത്രം നമ്മൾ ഇന്നലെ പ്രഭാതത്തിൽ പറഞ്ഞത്. ഇന്നലെ നമ്മുടെ സ്നാന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സ്തോത്രം തന്നെ പറഞ്ഞത്. ഇന്ന് ഞാൻ സ്തോത്രം അതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ഈ ഒരു ഭാഗവും കൂടെ പറഞ്ഞ് സ്തോത്രം പ്രാർത്ഥിക്കും. നാളെ മുതൽ വേറെ കാര്യമായിരിക്കും സംസാരിക്കുന്നത്. സ്നാനം കഴിഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഓർപ്പിക്കുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാവും. അവിടെയും പറഞ്ഞു യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ അവനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ പറയുകയാണ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റുക എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുകയായിരുന്നു ഇന്ന് സ്നാനമേറ്റയാൾ. അപ്പം നിങ്ങളും ഞാനും ഒക്കെ സ്നാനമേൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുകയാണ്. സ്വതന്ത്രം. അത് നമുക്കിനി മരിച്ച് ക്രൂശിൽ കയറി മരിക്കാൻ കഴിയില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് അവൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനത്തെ ചെയ്യുമ്പോൾ ആ മരണത്തോട് നാം ഏകീഭവിക്കുകയാണെന്നുണ്ട്. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ മരിച്ചിട്ട് ജീവൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാവും. അവൻ്റെ മരണത്തോടുകൂടെ നാം കുഴിച്ചിടപ്പെട്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. ഈ നമ്മൾ വെള്ളത്തിൽ മുഴുകൽ സ്നാനമെന്നാണ് പറയുന്നത്. സാറിന് തളിക്കുന്ന സ്നാനമല്ല, മുഴുകൽ സ്നാനം. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നു. ശുശ്രൂഷകൻ സ്നാനത്തിന് ശുശ്രൂഷ നൽകുന്ന നേതൃത്വം നൽകുന്ന ദൈവത്തിൻ്റെ ദാസൻ നമ്മളെ വെള്ളത്തിലേക്ക് മുഴുവനായി മുക്കി നമ്മളെ പൊക്കുകയാണ്. അപ്പം ജലത്തിൽ നാം അടക്കപ്പെടുകയാണ്. പാപസംബന്ധമായ പഴയ മനുഷ്യനെ വെള്ളത്തിൽ അടക്കിയിട്ട് ജീവന്റെ പുതുക്കത്തിൽ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് നമ്മൾ അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേൽക്കുന്ന സ്തോത്രം ആ ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മൾ വരികയാണ്. പാപ സംബന്ധമായ ജഡമനുഷ്യനെ കുഴിച്ചിടുകയാണ് ജലസ്നാനത്തിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ കുഴിച്ചിട്ടു. നാം അവനോടുകൂടെ ഏകീഭവിക്കുകയാണ്. മരണത്തോട് ഏകീഭവിച്ച് ആ അടക്കത്തോട് ഏകീഭവിച്ച് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചിട്ട് അടക്കപ്പെട്ടിട്ട് പിന്നെ പുതുമനുഷ്യനായി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. അപ്പോൾ സ്നാനപ്പെട്ട ഓരോരുത്തരും ജീവൻ്റെ പുതുക്കം പ്രാപിക്കപ്പെട്ടവരാണ്. ജീവൻ്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ ജഡസംബന്ധമായി നമ്മൾ മരിക്കപ്പെട്ട ആത്മാവിനെയും വഹിച്ചുകൊണ്ട് നടന്ന നാം പിന്നെ ജീവനുള്ള ഒരു ആത്മാവുമായി ജീവൻ്റെ പുതുക്കത്തിലാണ് നടക്കുന്നത്. ജീവനിലേക്കുള്ള യാത്രയാണ്. ഇതുവരെ മരണത്തിനും അല്ലെങ്കിൽ നിത്യനാശത്തിനും വേണ്ടി കരുതി വെച്ച ഒരു ആത്മാവായിരുന്നു ഈ മൺകൂടാരത്തിനുള്ളിലെങ്കിൽ സ്നാനത്തോടുകൂടി ക്രിസ്തുവിനെ ധരിച്ചു, ക്രിസ്തുവിനെ സ്വീകരിച്ചു, ധരിച്ചു, സ്നാനമേറ്റ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ആത്മാവ് സംബന്ധമായി ജീവൻ പുതുക്കം പ്രാപിച്ചു. ആ മരണത്തിന് ബന്ധിതമായിരുന്ന ആ ആത്മാവിന് മരണപാർശ്വങ്ങളെ അഴിച്ചു കളഞ്ഞ് ജീവന്റെ പുതുക്കമുള്ളവരായി തീർന്നു. ഇപ്പോൾ നാം നടക്കുന്നത് ജീവന്റെ പുതുക്കത്തിലാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും സ്നാനമേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ്. നമ്മുടെ ജീവിതം ഇനിയും ജീവന്റെ സമൃദ്ധിയുള്ള ജീവിതമാണ്. നിങ്ങൾക്കിനി മരണമില്ലാത്തൊരു ജീവിതത്തിന്റെ ആത്മീക മരണമില്ലാത്തൊരു ജീവിതത്തിന്റെ ഉടമകളായി തീർന്നു. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള ജയോത്സവമായ ജീവിതം എന്ന് പറയുന്നത്. ആത്മാവ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതാണ് ജയോത്സവമായ ജീവിതം എന്ന് പറയുന്നത്. കാരണം അതിനെ ഇനിയും കവർന്നെടുക്കുവാൻ
ഇഹലോകത്തിൻ്റെ ഒരു ബാഹ്യ ശക്തികൾക്കും സാധ്യമല്ല. ഇഹലോകം പറയുന്ന ഒരു ദണ്ഡനങ്ങൾക്കോ സാധ്യമല്ല. ഉപദ്രവങ്ങൾക്കോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ആപത്തിനോ സ്വതം ഒന്നിനും നിങ്ങളെപ്പറ്റിയുള്ള എല്ലാ ദുഷ്ട പ്രചരണങ്ങൾക്കോ നിങ്ങളെപ്പറ്റിയുള്ള എല്ലാ ദുഷ്കീർത്തികൾക്കോ ഒന്നിനും നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ആത്മാവ് സംബന്ധമായി ജീവന്റെ പുതുക്കം പ്രാപിച്ചവരാ നിങ്ങൾ. ഇനിയും ക്രിസ്തുവിനോടുകൂടെ പുനരുദ്ധാനപ്പെടും. നിങ്ങൾ പിതാവിന്റെ മഹിമയിൽ നിങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കപ്പെടുവാൻ വേണ്ടി വീണ്ടും ജനിച്ചവരാ. അവന്റെ മരണത്തോടെ ഏകീഭവിച്ചവരാ. അതുകൊണ്ട് ആ നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. സ്നാനമേറ്റ് ഓരോ ദൈവത്തിൽ നല്ല ഉറപ്പും തൻ്റെ ഇടമുണ്ടായിരിക്കണം. ഇനി ഞാൻ ജീവന്റെ പുതുക്കത്തിൽ, ഇനി നിനക്ക് ദ്രവത്വമില്ല. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമില്ല. സ്വത്രം. ഇനി എൻ്റെ ഭാവി എന്താകുമെന്നുള്ള ഭയമില്ല. എപ്പോ മരിച്ചാലും എങ്ങനെ മരിച്ചാലും എവിടെ മരിച്ചാലും സ്വത്രം ഏതവസ്ഥയിലായിരുന്നാലും നിന്റെ ആത്മാവ് നിത്യതയ്ക്കുള്ളതാണ്. സ്വത്രം. അത് ജീവന്റെ പുതുക്കത്തിൽ. ഇന്ന് നമ്മൾ മരിച്ചാൽ കാഹളം ധ്വനിക്കുന്ന സമയം, കണ്ണിമിക്കുന്ന സമയം കൊണ്ട്, ഞൊടിക്കുന്ന സമയം കൊണ്ട് മരിച്ചവർ കല്ലറകളെ വിട്ട് രൂപാന്തരപ്പെടും. അവർ സ്വത്രം മേഘത്തിൽ എടുക്കപ്പെടുമെന്ന് പറയുന്നുവെങ്കിൽ സ്വത്രം അതുപോലെ തന്നെ സ്വത്രം നമ്മുടെ ജീവിതം കർത്താവിനാൽ ചേർക്കപ്പെട്ടിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ആ ഒരു ഉറപ്പ് പ്രാപിച്ചോണം. അപ്പൊ പിന്നെ മരണത്തെ പറ്റി ഒരു ഭയമില്ല. കർത്താവിന്റെ വരവിനെ പറ്റി ഓർത്ത് ആശങ്കപ്പെടേണ്ട. എപ്പോ വന്നാലും പോകാം. ഇനി ഇപ്പൊ മരിച്ചാലും അപ്പോ പോകാം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആ ഒരു പുതുക്കത്തിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒരാൾ സ്നാനമേറ്റ് ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിച്ച് അടക്കപ്പെട്ട് സ്തോത്രം കുഴിച്ചിടപ്പെട്ട് അവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ, ആ സ്നാനത്തിലൂടെ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നീട് എന്താണ്? ജീവന്റെ പുതുക്കമുള്ള ജീവൻ പ്രാപിച്ചവരായി ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരാവും. ഇനിയും സ്തോത്രം ദ്രവത്വമുള്ളതല്ല, ജീവന്റെ സമൃദ്ധിയിലാണ് നടക്കുന്നത്. നിന്റെ സമസ്ത മേഖലകളിലും ആ സമൃദ്ധി അനുഭവിക്കുവാൻ കഴിയും. സ്തോത്രം പറയാം. അവന്റെ മരണത്തിന് സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചില്ലെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റതുപോലെ അവൻ തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതിന് ശേഷം അവൻ പുനരുദ്ധാനം ചെയ്തു പോയതുപോലെ നാമും പുനരുദ്ധാനപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, അതിൽ നല്ല ഉറപ്പും ധൈര്യം വേണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. പാപശരീരം നീക്കം വരണം. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. വെള്ളത്തിൽ അടക്കപ്പെടുക എന്ന് പറയുന്ന പഴയ മനുഷ്യൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതുപോലെ തന്നെയാണ്, ക്രൂശിപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞാൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സ്നാനത്തോടുകൂടെ പാപത്തിൽ നിന്നുള്ള മോചനവും അവിടെ ലഭിക്കപ്പെടുക. സ്നാനം ആ അടക്കപ്പെടൽ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സംഭവിച്ചിരിക്കുന്ന പാപത്തിൽ നിന്നുള്ള മോചനം പരിപൂർണമായി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. സ്വതന്ത്രം. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവേ. ഇനി ക്രിസ്തു യേശുവിൽ ജീവിക്കുന്നവരാണ് നാം. സ്തോത്രം. എങ്ങനെ പറഞ്ഞത്? ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുവേ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഇനി നാം. സ്തോത്രം. ഇനി ഇഹലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല. ആ വാക്യം പറഞ്ഞു നിർത്തുന്ന ഈ പ്രകാരമാണ്. സ്തോത്രം. അതെ, എന്ന് ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഇനി നാം ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ടാണ്. നമ്മളിനി ദൈവത്തിനായി ജീവിക്കുന്നവരാ. സോറി, ഇനി ഇഹലോകത്തിന് വേണ്ടിയല്ല. ഇഹലോകത്തിന്റെ നേട്ടങ്ങൾക്ക്, സമ്പാദ്യങ്ങൾക്ക്, പേരിന്, പെരുമയ്ക്ക്, കസാരയ്ക്ക്, മാന്യതകൾക്ക് വേണ്ടി തേടി അലയുന്നവരല്ല നാം ഇനിയും ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ആ ഒരു ഉത്തമ ബോധ്യം രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് അവന്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവി സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ട് പുനരുദ്ധാനം ചെയ്തപ്പെട്ട ഓരോ ദൈവത്തിലും ഓർക്കണം. ഇനി നാം ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവന് ഇഹലോകത്തിൽ പരിഭവമില്ല. നിന്നെ ആരിലും മാനിച്ചില്ലെങ്കിലോ, നിന്നെ ആരിലും അവഹേളിച്ചാലോ, നിന്നെ ആരിലും മാറ്റി നിർത്തിയാലോ, നിന്നെ ആരിലും തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞു ഒന്നും നിനക്ക് ഒരു ദോഷവും നിനക്കറിയാൻ. ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം നാം ഓരോ കാര്യവും ചെയ്യുവാൻ, ഓരോ വാക്ക് പറയുവാനും. നാം ദൈവസന്നിധിയിൽ വിലയേറിയവരാ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ അവന്റെ വാക്കുകൾ നിറയേണ്ടത്. അതുകൊണ്ട് ശോധന ചെയ്ത് സംസാരിക്കണം. ദോഷമൊന്നും നമ്മുടെ നാവിൽ വരരുത്. സ്വതന്ത്രം. നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ ദൈവത്തിന് കൊള്ളാകുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രകാരമുള്ളത്, ദൈവിക അനുസരണമുള്ളത്, സ്തോത്രം, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന, ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി വേണം നാം ജീവിക്കാൻ. ആ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നിങ്ങൾ സുരക്ഷിതരാണ്. ജീവന് പുതുക്കം പ്രാപിച്ചവരെ. ഇനി നിങ്ങളെ ദ്രവത്വം തൊടത്തില്ല. നിങ്ങളുടെ സമസ്ത മേഖലയിൽ നിങ്ങൾക്ക് ജയമുണ്ടാകും. ഈ ഭൂമിയിലെ ജീവിതത്തിലും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിന് കഴിയും. കാരണം നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട് കർത്താവിനെ ധരിച്ച് അവന്റെ മരണത്തിൽ ഏകീഭവിച്ച് പുനരുദ്ധാനം ചെയ്ത ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരെ. നിങ്ങളെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇഹലോകത്തിൽ നിങ്ങൾ കാണുന്ന മായയായ താൽക്കാലിക വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും നിങ്ങളെ അലട്ടുകയില്ല. സ്വന്തം അതിനൊന്നും നിങ്ങളെ തീർത്ത് കളയാൻ സാധ്യതയില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു പുതുജീവിതം കർത്താവ് വാഗ്ദത്തം ചെയ്യുക. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസല്ലിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവ്. ഇന്ന് പ്രഭാതം കർത്താവ് അങ്ങേ മഹത്വപ്പെടുത്തുവാനും തിരുസന്നിധിയിൽ അങ്ങയോട് കൂടെ മരിച്ചു പുനരുദ്ധാനം ചെയ്യുന്ന അടക്കപ്പെട്ട് ഉയർക്കുന്ന കർത്താവ് സ്നാന ശുശ്രൂഷയെപ്പറ്റി പങ്കുവയ്ക്കുവാനും നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് കേൾക്കുന്നവരിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നവരിൽ അവർക്ക് വേണ്ടി ഈ വാതിൽ തുറക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയം അത് വിശ്വാസത്താൽ തുറക്കപ്പെടേണ്ടതായി പ്രാർത്ഥിക്കും. അങ്ങയോട് ചേരുവാൻ, അങ്ങയുടെ മരണത്തോട് അടക്കപ്പെട്ട് ഏകീഭവിപ്പാൻ, ക്രൂശ് മരണത്തിൽ ഏകീഭവിക്കുന്ന സ്നാന ശുശ്രൂഷ പങ്കാളികൾ അവരെ സഹായിക്കണമേ കർത്താവ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരായി ഞങ്ങളെ തീർത്തിരിക്കുന്നുവല്ലോ കർത്താവ്. ഇന്ന് പകൽ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ദ്രവത്വം ബാധിച്ച് പരാജയങ്ങളും കണ്ണുനീരും വിഷമവും കയ്പും കർത്താവെ നിരാശയും ഭയത്തിലും ഒക്കെ കഴിയുന്നെങ്കിൽ ആ ജീവന്റെ പുതുക്കം പ്രാപിക്കാൻ അവരെ സഹായിക്കണമേ കർത്താവിന്റെ പുതുക്കത്തിൽ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവൻ ക്ഷയവും മാലിന്യവും വാട്ടവും കോട്ടവും ഒന്നും അവനെ തൊട്ട് തീണ്ടുന്നില്ലല്ലോ. അവനൊരു ജയകരമായ ജീവിതത്തിന് ഉടമയാണല്ലോ കർത്താവെ. ആ ഒരു ബോധ്യം കർത്താവെ പ്രിയമുള്ളവരുടെ ഹൃദയത്തിൽ കൊടുക്കണേ. അവരെയും ക്രിസ്തുവോടുകൂടെ ചേർത്ത് നിർത്തി ഒരു അത്ഭുതവും അനുഗ്രഹമാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാക്കി തീർക്കണമെന്ന് പറയും. ഉള്ളംകരങ്ങളിൽ തരുന്നു. ഇന്ന് പകൽ കർത്താവെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് അങ്ങയുടെ കരം തൊട്ടവരെ സൗഖ്യമാണ്. അടിപ്പിണർ അവർക്ക് സൗഖ്യമാക്കി തീർക്കട്ടെ കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം ബുദ്ധിമുട്ടുകൾ പ്രകാശിക്കട്ടെ. എക്സാമുകളിൽ ഉന്നത വിജയങ്ങൾ കൊടുക്കട്ടെ കർത്താവെ. ജോലിക്ക് വേണ്ടി തിരയുന്ന പ്രിയപ്പെട്ടവർക്ക് ജോലിയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇല്ലായ്മകളും ശൂന്യതകളും മാറട്ടെ. വിവാഹ തടസ്സങ്ങൾ നീങ്ങട്ടെ. കുഞ്ഞുങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. കുടുംബത്തിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മകൾ മാറട്ടെ. കാര്യവർത്ത ബന്ധങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ. എല്ലാ തെറ്റുധാരണകളും സംശയങ്ങളും മറ്റുള്ളവർ കർത്താവെ പറഞ്ഞ് കർത്താവെ ഹൃദയങ്ങളെ കലക്കി കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ദുരാത്മാവിനെ ശാസിച്ചകറ്റി കുടുംബങ്ങൾ ഒന്നി നിൽക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. സമസ്ത മേഖലകളും അനുഗ്രഹിക്കും. ചാനൽ വഴി ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കും. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കുന്നു. ആയുസ്സിനെയും വരുമാനത്തെ സമ്പന്നത എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനേക്കാൾ എല്ലാവരും ഒരു ആത്മീയ നിറവുള്ളവരും ആത്മീയ സമൃദ്ധിയുള്ളവരും ജീവന് പുതുക്കമുള്ളവരുമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കും. തൃക്കരങ്ങളിൽ തരുന്നു പിതാവ്. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ആരെങ്കിലും ആദ്യമായി കേൾക്കുന്നെങ്കിൽ അവരുടെ ഹൃദയത്തെ തണുപ്പിക്കണമേ. ദൈവത്തിന്റെ വചനം അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ജീവന്റെ പുതുക്കം പകരണമേ. ഉള്ളംകരങ്ങളിൽ നൽകുന്നു പിതാവ്. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മുഴുവൻ മഹത്വം കരയേറ്റുന്നു. സ്വത്രം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു സ്നാനം കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം. തുടർന്ന് നമ്മൾ സ്വതം വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നമുക്ക് സ്നാനമുണ്ട്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥനയിൽ അതും ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വതം. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വതം വാട്സപ്പ് നമ്പറിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുകയോ സ്വതം അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇത് ചെയ്യുകയോ ചെയ്യാം. ഓർക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കർത്താവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.